ഇനി ഈ സെക്ഷനിൽ ഇനി കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഇത് തന്നെ ടോപ്പിക് എന്നല്ല, ടേക്കിംഗ് ദ എൻ്റയർ ചാപ്റ്റർ ആസ് എ കണ്ടിന്യൂഷൻ 1 hour വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെന്താ നേരത്തെ നിർത്തിയത്, യങ്സ് ഡബിൾ സ്ട്രേറ്റ് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിലാണ് നിർത്തിയിരുന്നത്. ഇപ്പോൾ അതേമാതിരി കുറച്ചും കൂടി പ്രോബ്ലംസ് ചെയ്തിട്ട് വിൽ ഗോ ഫോർ ദ ടോപ്പിക്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വി ഹാവ് ഗോയിങ് ടു ഡീൽ is suppose question ആട്ടോ, ശ്രദ്ധിക്കുക. സെക്കൻഡ് മാക്സിമയും ആൻഡ് ഫോർത്ത് മിനിമയും തമ്മിലുള്ള സെപ്പറേഷൻ ലെറ്റ് സേ 0.5 മീറ്റർ എന്നെടുക്കാം. മില്ലിമീറ്റർ വേണ്ട, മീറ്ററാണ് വിചാരിക്കാം. നിങ്ങളോട് ചോദിക്കണം ഫൈൻഡ് ദ ഫ്രിഞ്ച് വിഡ്ത്ത്, ബീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? എപ്പോഴും ആസ് പെർ മീറ്റ് ഇസ് ബെറ്റർ ഇഫ് യു ആർ ഏബിൾ ടു ഡ്രോ. അതേമാതിരി മക്കളെ ഇത് നീറ്റ് ക്വസ്റ്റ്യൻ, ഇത് ബോർഡ് ക്വസ്റ്റ്യൻ അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ എല്ലാം മിക്സപ്പ് മാതിരിയാണ്. റൈറ്റ്, കഴിഞ്ഞ വർഷം വരെ കുറേ നീറ്റ് ക്വസ്റ്റ്യൻസ് വരെ നിങ്ങളുടെ ബോർഡ് എക്സാമിൽ ചോദിച്ചിരുന്നു. ഓപ്ഷൻസ് മാത്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് മാക്സിമം ഫോർത്ത് മിനിമേൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.5 മീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കൊന്ന് പടം വരച്ച് നോക്കിയാലോ. ഇതാണ് നമ്മുടെ സ്ക്രീൻ. സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് അല്ലെങ്കിൽ സെൻട്രൽ മാക്സിമം, അതിൻ്റെ അപ്പുറത്തായിരിക്കും എന്ത് സെക്കൻഡ് ബ്രൈറ്റ് ഉണ്ടാവുക, അതിനും കഴിഞ്ഞായിരിക്കും എന്ത് ഫോർത്ത് ഡാർക്ക് ഉണ്ടാവുക. റൈറ്റ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് 0.5 മീറ്റർ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് എൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? 2n-1 എടുക്കുമ്പോൾ എന്താ, 2n- അല്ല 2d λ/2 അല്ലേ. സോ ഇറ്റ് ഈസ് ഈസി, 2d λ/d. ഞാൻ 2 എന്നാണ് പറഞ്ഞത്, പറയുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ അങ്ങോട്ട് കൺഫ്യൂസ് ചെയ്യട്ടെ. ബിക്കോസ് nd λ/d ആണ് ദ ജനറൽ ഫോർമുല. സോ അതിൽ എന്നിന് 2 ഇട്ട് കൊടുത്തു. സോ 2d λ/d. ഇനി y ഫോർത്ത് ഡാർക്ക്, അതായത് പൊസിഷൻ ഓഫ് ദ ഫോർത്ത് ഡാർക്ക് ബാൻഡ്. എന്താ ജനറൽ ഇക്വേഷൻ? 2n-1 d λ/2d. അല്ല, ബ്രാക്കറ്റൊക്കെ മനസ്സിലായി ഇരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ഇക്വേഷൻ 2 എന്നിൻ്റെ സ്ഥലത്ത് എന്ത് എഴുതണം? 4. അപ്പോൾ 8-1 7. 7d λ/2d ആണോ? ഇനി നിങ്ങൾ ചോദിച്ചുള്ള ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. അപ്പോൾ 7/2 d λ/2 d 7/2 d λ/d മൈനസ് 2d λ/d അല്ലേ. 4 വരും അല്ലേ. സോ 3/2 d λ/d. റൈറ്റ്, അപ്പോൾ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. ഏത് തന്നിട്ടുള്ള സെപ്പറേഷൻ നിങ്ങൾക്ക് 0.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഈ വാല്യൂ ആണ് 0.5 മീറ്റർ എന്ന് തന്നിട്ടുള്ളത് അല്ലേ. എന്നിട്ട് നിങ്ങളോട് ഫ്രിഞ്ച് വിഡ്ത്ത് ചോദിച്ചല്ലേ. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് ഫോർ എനി ഡാർക്ക് ഓർ ബ്രൈറ്റ് ബാൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ് d λ/d അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കണ്ട ഈ സാധനം മാത്രം കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നോക്കിയേ 3/2 ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. സോ ബീറ്റ ഈസ് ഈക്വൽ ടു 2 × 0.5 എത്രയാണ്? 1/3 കിട്ടും. ഓർ ബീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് 0.33 മീറ്റർ. ക്ലിയർ? അതായത് ഇവർ തമ്മിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഡാർക്ക് ഫ്രിഞ്ചോ അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ചോ, ഇത് ബ്രൈറ്റ് ഫ്രിഞ്ചാണ് ഞാൻ എഴുതിക്കുന്നത്, ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 0.33 ആണ്. അടുത്ത ഡാർക്ക് ഫ്രിഞ്ച് ഇതായിരിക്കും, അതിൻ്റെ വിഡ്ത്തും 0.33 ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? റൈറ്റ്. നൗ ക്ലാസ്സിൻ്റെ ഇടയിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ബെറ്റർ വിൽ ഡു ലൈക്ക് ദിസ്. റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ഒന്ന് തറവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലംസ്. ഇത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ കഴിയുമ്പോൾ ഒബ്വിയസ്ലി പഴയമാതിരി വിൽ ഡു ദ ക്വസ്റ്റ്യൻസ്. റൈറ്റ്, അപ്പോൾ അതേമാതിരി യങ്സ് ഡബിൾ സ്ലിറ്റ്സ് എക്സ്പെരിമെൻറ്റിൽ വരുന്ന വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ലെറ്റ്സ് സേ 6000 ആംസ്ട്രോങ് ആളുടെ ഒരു മോണോക്രോം ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, ഫസ്റ്റ് മാക്സിമ കിട്ടുന്നത് 0.2 മീറ്ററിലാണെന്ന് വിചാരിക്കുക. From center fringe, the first maxima is 0.2 meter away from the center maximum. അപ്പോൾ ലാംഡ വേവ് ലെങ്ത്ത് 4000 ആംസ്ട്രോങ് ഉള്ളൊരു ലൈറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത് ഫോർത്ത് മിനിമ എവിടെയായിരിക്കുന്നു? ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിച്ചേ. 6000 ആംസ്ട്രോങ് വേവ് ലെങ്ത്തുള്ള ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മാക്സിമ കിട്ടണം. സെൻറ്റർ മാക്സിമ അല്ല കേട്ടോ, ഫസ്റ്റ് മാക്സിമ
കിട്ടുന്നത് 0.2 മീറ്റർ ആണ്. 0.2 മീറ്റർ അവേ ഫ്രം ദി സെൻട്രൽ മാക്സിമം. അതായത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ സെൻട്രൽ മാക്സിമയിൽ നിന്ന് 0.2 മീറ്റർ ദൂരെയാണ് ഫസ്റ്റ് മാക്സിമം കിട്ടുന്നത്. ക്ലിയർ ആ? അല്ലെങ്കിൽ y1b കിട്ടുന്നത്. ക്ലിയർ ആവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ വേറെ ലൈറ്റ് യൂസ് ചെയ്യാൻ പോവാണ്, വിച്ച് ഇസ് 4000 ആംസ്ട്രോങ് വേവ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ ഫോർത്ത് മിനിമ? ക്ലിയർ ആയാ? റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തന്നതിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിയർ. ഫസ്റ്റ് മാക്സിമം ഇതിൻ്റെ കേസ് ഇട്ടാ. ഫസ്റ്റ് മാക്സിമം എന്ന് പറയുന്നത് എന്താ? ഇക്വേഷൻ ഓർമ്മ ഉണ്ടാ? എന്താ? y1b ഇസ് ഈക്വൽ ടു എൻ ഡി ലാംഡ ബൈയിൽ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക? ഡി ലാംഡ ബൈ ഡി. അത് എത്രയാന്ന് തോന്നുന്നുണ്ട്? 0.2 മീറ്റർ അല്ലേ? അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഡി ബൈ ഡി ലാംഡ എത്രയാണ് വേവ് ലെങ്ത്? 6000 ആംസ്ട്രോങ് അല്ലേ? ഇസ് ഈക്വൽ ടു 0.2 അല്ലേ? ആംസ്ട്രോങ് ഞാൻ എഴുതിയിട്ടില്ല, എന്നാലും ഇരിക്കട്ടെ. സോ എനിക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം? ഡി ബൈ ഡി, ദ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ഇസ് ഈക്വൽ ടു 0.2 ഡിവൈഡഡ് ബൈ 6000 ആംസ്ട്രോങ്. മുകളിൽ മീറ്ററാണ്. വെട്ടി ചെറുതാക്കാൻ നിൽക്കരുതിട്ടാ. എളുപ്പ വഴി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ വേവ് ലെങ്ത്, വേറെ വേവ് ലെങ്ത്താണ് യൂസ് ചെയ്യാൻ പോണത്. ആ വേവ് ലെങ്ത് 4000 ആംസ്ട്രോങ് ആണെങ്കിൽ ഫോർത്ത് മിനിമം അതിൻ്റെ പൊസിഷൻ അല്ലേ? അപ്പോൾ എന്താ? y4 ഡാർക്ക്, നാലാമത്തെ ഡാർക്ക് ബ്രാൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2n-1/2 ഡി ലാംഡ ബൈ ഡി അല്ലേ? ഇതിൽ എന്നിനെ എന്ത് കൊടുക്കുക? 4 ഇട്ട് കൊടുത്ത് 8 - 1 7 എന്നല്ലേ വരിക? അപ്പോൾ ഇതിനെ ഞാൻ മൊത്തമാക്കിയാട്ടാ. Right, so it will be 7/2 d lambda by d അല്ലേ? അപ്പോൾ 7 ആണ് അല്ലേ? അപ്പോൾ 7/2 d ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്? എത്ര? 0.2 ഡിവൈഡ് ബൈ 6000 ആംസ്ട്രോങ്. അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? ഇനി പുതിയ വേവ് ലെങ്ത് എന്താണോ? 4000 ആംസ്ട്രോങ്. ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് ഞാൻ ആംസ്ട്രോങ് കൺവേർട്ട് ചെയ്യാൻ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ. റൈറ്റ്, 4000 ആംസ്ട്രോങ് അല്ലേ? ഇനി വെട്ടി ചെറുതാക്ക്. ഇത് 2 3 2 കട്ട് ചെയ്തു 1.4 ഡിവൈഡ് ബൈ 3 അല്ലേ? ഓർ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.466 മീറ്റർ. റൈറ്റ്, അതായത് നിങ്ങൾക്ക് കിട്ടുക സെൻട്രൽ ഫ്രിഞ്ചിൽ നിന്ന് 0.466 മീറ്റർ ദൂരെ ആയിരിക്കും നാലാമത്തെ ഡാർക്ക് ബാൻഡ് ഇഫ് യു ആർ യൂസിങ് എ വേവ് ലെങ്ത് ലൈറ്റ് വിത്ത് വേവ് ലെങ്ത് 4000 ആംസ്ട്രോങ്. ക്ലിയർ ആയ? ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് വേരിയേഷൻ ആട്ടാ. റൈറ്റ്, നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ലെറ്റ്സ് സേ 1 millimeter ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ സ്ലിറ്റ് ഇസ് 1 meter. Right, and the wavelength which is used is 0.5 mm. ആംസ്ട്രോങ്ങിലെ അല്ല കേട്ടോ, ലാംഡ വേവ് ലെങ്ത് വലുതായി. You are asked what is the location of first maxima. Right, first maxima എവിടെ നിന്ന് എപ്പോഴും മെഷർ ചെയ്യുക? സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ നിന്ന് അല്ലെങ്കിൽ സെൻട്രൽ മാക്സിമ എന്നുള്ള പൊസിഷനാണ് ചോദിക്കുന്നത്. ഏതിൻ്റെ? ഫസ്റ്റ് മാക്സിമേൻ്റെ. കൊണ്ടുപോയി ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? വേഗം y1b is equal to d lambda by d. ഇതാണ് ഫസ്റ്റ് മാക്സിമൻ്റെ. എന്നിട്ട് എന്ത് ചെയ്യും? 1 ഡീന് നിങ്ങൾ വാല്യൂ ഇട്ട് കൊടുക്കും 1 meter. ലാംഡയ്ക്ക് നിങ്ങൾ 0.5 × 10⁻⁻2 എന്ന് എഴുതും, അല്ല -3 എന്ന് എഴുതും. എന്നിട്ട് ഡീന് 1 mm 10⁻⁻3. ആൻസർ കിട്ടി എന്ന് എഴുതും അല്ലേ? ഇത് 0.5 ആണോ തന്നിരിക്കുന്നത്? ഇത് 0.5 ആണല്ലേ? 0.5 എന്ന ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ വെട്ട് കിട്ടും. ദിസ് ഇസ് റോങ്. വൈ? യു ഹാവ് ഫൗണ്ട് ദ ഇക്വേഷൻ. ഇത് തന്നെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. പക്ഷേ മക്കൾ, നമ്മൾ പ്രോബ്ലം അല്ലെങ്കിൽ തിയറി ഡിറൈവ് ചെയ്യുമ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഈ അപ്രോക്സിമേഷൻ ചെയ്തത്. എന്താ ഓർമ്മ ഉണ്ടാ? വി അസ്യൂംഡ് ദാറ്റ് ലാംഡ ഇസ് വെരി 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 സ്മോൾ ദാൻ ഡി. അപ്പോഴാണ് നമ്മൾ ആ ഡി സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ ചെറുതായിരിക്കും, സൈൻ തീറ്റ ചെറുതായിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് സൈൻ തീറ്റ ആൻഡ് ഐ ക്യാൻ റീപ്ലേസ് ഇറ്റ് സൈൻ തീറ്റ വിത്ത് ടാൻ തീറ്റ എന്നൊക്കെ നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്തത് കൊണ്ടല്ലേ? എന്നിട്ടല്ലേ നമുക്ക് ആ ഇക്വേഷൻ കിട്ടിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ശരിക്കുള്ള പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡി സൈൻ തീറ്റയാണ് എപ്പോഴും. ഇത് എപ്പോഴും സെയിം ആയിരിക്കും. അതിന് ശേഷമാണ് നീ അല്ലെങ്കിൽ നമ്മൾ ഈ അപ്രോക്സിമേഷനൊക്കെ എടുത്തത്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നേ ലാംഡ 0.5 millimeter പകുതിയല്ലേ? ലാംഡ ഇസ് ഹാഫ് ഓഫ് ഡി. അപ്പോൾ വല്ലാണ്ട് ചെറുതാണോ? അല്ലല്ലോ, പകുതിയാണെന്നുള്ളൂ.
right? So you cannot use the earlier method of ഈ y1b ൻ്റെ ജനറൽ ഫോർമുല ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കിട്ടിയാ? റൈറ്റ്. സോ യു ഹാവ് ടു യൂസ് ദിസ് വൺ. ക്ലിയർ? മനസ്സിലായ? ഇനി അതെങ്ങനെ ചെയ്യും പറഞ്ഞേ? എങ്ങനെ ചെയ്യാം? അതിന് നമുക്ക് തിയറിയിൽ നല്ല ഇപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായതാൽ ഇതുകൊണ്ടാണ് നിങ്ങളുടെ പിന്നാലെ തിയറി മുഴുവൻ എടുത്തത്. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് മാക്സിമം അല്ലേ പറയണേ? അപ്പോൾ മാക്സിമേൻ്റെ കണ്ടീഷൻസ് ഒന്ന് പറഞ്ഞേ. ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിലല്ലേ മാക്സിമാസ് വരുന്നത്? എന്തായിരിക്കും? ഡെൽറ്റ എക്സ് 0 അല്ലെങ്കിൽ ലാംഡ അല്ലെങ്കിൽ 2 ലാംഡ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബ്രൈറ്റ് എപ്പോഴായിരിക്കും പോകേണ്ടത്? അല്ലെങ്കിൽ ഫസ്റ്റ് ബ്രൈറ്റ് സെൻട്രലിന് 0 അല്ലേ? ഫസ്റ്റിന് എത്രയാണ്? ലാംഡ ആയിരിക്കണം. സോ ഡെൽറ്റ എക്സ് ഷുഡ് ബി ഈക്വൽ ടു ലാംഡ. അപ്പോൾ ഡെൽറ്റ എക്സ് എന്താണ്? ഡി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ, റൈറ്റ്? അപ്പോൾ സൈൻ തീറ്റന് നമുക്ക് എന്ത് എഴുതാം? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ഡി അല്ലേ? അപ്പോൾ ലാംഡ എത്ര തന്നിട്ടുണ്ട്? 0.5 mm തന്നിട്ടുണ്ട്. ഡി എത്ര തന്നിട്ടുണ്ട്? 1 mm തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സൈൻ തീറ്റ എത്രയെന്ന് കിട്ടും? 1/2 അല്ലേ? സൈൻ തീറ്റ 1/2 ആവുന്നത് ഏത് ആംഗിളിനാണ്? വെൻ തീറ്റ ഇസ് 30 ഡിഗ്രി ഓർ ഐ ക്യാൻ സേ ഇറ്റ് ഇസ് π/6 അല്ലേ? ചെറിയ ആംഗിളാണോ? വലിയ ആംഗിളാ. ഉപ്പടിക്കൊക്കെ മെഷറബിൾ ആംഗിൾസ് ആണ് അല്ലേ? റൈറ്റ്. സോ ഈ ആംഗിൾ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കളിക്കാൻ. ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. നിങ്ങളുടെ ഫിഗറൊക്കെ ഒന്ന് കയ്യിൽ ഓർല്ലെങ്കിൽ ഞാനൊന്ന് വേഗം വരച്ചു തരാം. റൈറ്റ്. ഇത് സ്ട്രീറ്റ് ഓൻ്റെ സ്ട്രീറ്റ് വല്ലാണ്ടായിപ്പോയി. പോട്ടെ. റൈറ്റ്. ഇത് നമ്മുടെ സ്ക്രീന് റൈറ്റ്. ഈ സ്ലിറ്റിൽ നിന്ന് ഒരു ഇൻസിഡൻറ്റ് റേ വന്നു, ഈ സ്ലിറ്റിൽ നിന്ന് ഒരു ഇൻസിഡൻറ്റ് റേ വന്നു. ഇത് S1ഉം ഇത് S2 ആയിരുന്നു അല്ലേ? റൈറ്റ്. ക്ലിയർ ആവണ്ട? എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഈ ആംഗിൾ ഈ ആംഗിളാണ് നമ്മൾ തീറ്റ എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ട്. അത് PA, റൈറ്റ്? ഇത് വാസ് എ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആൻഡ് ദിസ് വാസ് അറ്റ് എ ഡിസ്റ്റൻസ് y അല്ലേ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ സ്ലിറ്റ് ഇസ് D. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ഇസ് D. ഇങ്ങനെയൊക്കെ നമ്മൾ ഫിഗർ വരച്ചത്. ഈ തീറ്റ ഈ ആംഗിളില്ലേ? ഈ ആംഗിളാണ് 30 ഡിഗ്രി എന്ന് പറയുന്നത്, റൈറ്റ്? സോ ദിസ് ആംഗിൾ നൗ ഇസ് 30 ഡിഗ്രി, റൈറ്റ്? അപ്പം നോക്കിയേ, ഈ ഫിഗർ മാത്രം നോക്കട്ടെ, ഈ ട്രയാങ്കിൾ മാത്രം നോക്കിയേ. ഈ ട്രയാങ്കിൾ, റൈറ്റ്? വെൻ യു ലുക്ക് ഇൻ ടു ദിസ് ട്രയാങ്കിൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? tan 30 ഡിഗ്രി തോന്നുന്നുണ്ടോ? എഴുതാൻ tan 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു y ഡിവൈഡ് ബൈ d ഇസ് ഈക്വൽ ടു y ഡിവൈഡ് ബൈ ക്യാപിറ്റൽ D ആണോ? ഇനി നമുക്ക് സുഖമായില്ലേ? നിങ്ങളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ P ആണ് നമ്മുടെ ഫസ്റ്റ് മാക്സിമം. P is at maximum, ഫസ്റ്റ് മാക്സിമം എന്ന് ഇരിക്കുക. അപ്പോൾ tan 30 അങ്ങനെയല്ലേ നമ്മൾ എടുത്തിരുന്നത്? tan 30 എന്താണ്? √1/√3 y ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. D ബിറ്റ്വീൻ ദം എത്ര? 1 മീറ്റർ ആണ് അല്ലേ? ഓർ ഐ ക്യാൻ റൈറ്റ് y is equal to 1/√3 meter. Right? The position of the first fringe or first maxima from the central maxima is 1/√3 meter. ഇത് മിക്ക പിള്ളേരൊക്കെ ഡൗട്ട് വരുന്നത്. ചിലർ എന്നോട് ചോദിക്കട്ടെ, മിസ് ചില സ്ഥലത്ത് മിസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ഡി സൈൻ തീറ്റ എന്ന് എഴുതും, ചില സ്ഥലത്ത് മാക്സിമ എന്ന് പറയുമ്പോഴത്തേക്കും വേഗം ഡി ലാംഡ ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ ഡി എന്നൊക്കെ ഇടും. അപ്പോൾ അതിന് ക്രൈറ്റീരിയ ഉണ്ട്, റൈറ്റ്? ഓൾവേസ് ലുക്ക് വെദർ യുവർ ലാംഡ ഈസ് വെരി വെരി ലെസ് ദാൻ ഡി ഓർ നോട്ട്. സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം വേണം നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ ഏത് ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യണം. നമ്മൾ ഗ്രാവിറ്റേഷനിലെ ഹൈറ്റിൻ്റെ കേസൊക്കെ നോക്കിയില്ലേ? അതുമാതിരി തന്നെ. ക്ലിയർ? റൈറ്റ്. റൈറ്റ്. നെക്സ്റ്റ് ഇൻറ്റൻസിറ്റി ഇൻ ഹെഡിങ് എടുക്കുക കേട്ടോ. ഇൻറ്റൻസിറ്റി ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ഇത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഷോർട്ട് ഫോമായിട്ട് YDSC എഴുതാട്ടോ, തെറ്റൊന്നുമില്ല. അത് ഓതറൈസ്ഡ് ആണ്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്, റൈറ്റ്? റൈറ്റ്. അപ്പം നമ്മൾ ഇൻറ്റൻസിറ്റി എങ്ങനെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. റൈറ്റ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതൊന്നുകൂടി എടുക്കുകയാണ്, ബിക്കോസ് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. ഇത് ഈ സാധനങ്ങളൊക്കെ 2-3 പ്രാവശ്യം ചെയ്താലേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ എന്താണ് S1ഉം S2 എന്താണെന്ന് പറഞ്ഞാൽ കൊഹറൻറ്റ് സോഴ്സസ് ആണ്. ആൻഡ് വി ആർ ഗോയിങ് ടു മാക്സിമം ബെറ്റർ ആയിട്ടുള്ള ഇൻ്റർഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും സെയിം ആവണം, അല്ലെങ്കിൽ ഇക്വലൻ്റ് ആവണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി I1ഉം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി I2ഉം both are equal to a value say I, right? And similarly their amplitude A1 is equal to amplitude A2 is equal to A, right? ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളതാണല്ലേ. എന്നിട്ട് ഓർമ്മ ഉണ്ടാകും നമ്മളൊരു ഡെറിവേഷൻ ഇത്
അപ്പോൾ നിങ്ങൾ ഓർമ്മയില്ലെങ്കിൽ ആ പേജ് ഒന്ന് നോക്കുക കേട്ടോ. യു ഹാവ് ഫൗണ്ട് ദ റിസൾട്ടൻറ്റ് what intensity of constructive indifference as അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇത് കഴിഞ്ഞ ശേഷം പറയും ജനറൽ ഫോമുല എഴുതാം 2y cos squared 5/2 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. റൈറ്റ് അപ്പോൾ എന്നിട്ട് 2y ഇവിടെ 2 ഉണ്ടല്ലേ, ഇവിടെ 2. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് 4i എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് 4i cos squared 5/2 എന്നിട്ട് ഞാനിങ്ങനെ ഒരു പെട്ടിയിലാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. റൈറ്റ്. എന്നിട്ട് നമ്മൾ 2 സെക്ഷനിലേക്ക് ഡിവൈഡ് ചെയ്തു. എന്താ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും. കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിൽ മാക്സിമം ഇൻറ്റൻസിറ്റി, മിനിമം ഇൻറ്റൻസിറ്റി ഇൻ ദ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്. എന്നിട്ട് മാക്സിമയിൽ 5 0 ഇട്ടപ്പോൾ 4i എന്ന് വന്നിട്ടുണ്ടോ മാക്സിമം ഇൻറ്റൻസിറ്റി. റൈറ്റ്. ഇവിടെ ഞാൻ IR പകരം I max എന്ന് എഴുതാം. റൈറ്റ്. I max മിനിമം ഇൻറ്റൻസിറ്റിക്ക് എന്താ I മിനിമം എത്രയെന്ന് കിട്ടിയിട്ടുണ്ടാവും, 0 എന്ന് കിട്ടിയിട്ടുണ്ടാവും. റൈറ്റ്. അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിനെ ഇതാണ് നമ്മളോട് ഇൻറ്റൻസിറ്റി. ഇതുണ്ടേ, ഞാൻ എല്ലാം എടുത്തു. ഇത് ഓൾറെഡി എടുത്തതാണ്. ഒന്നുകൂടി റിഫ്രഷ് ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓർമ്മ ഉണ്ടാ 4a അല്ല 4a അല്ല, സോറി 2a മാറുപോയി. മാക്സിമം ഇൻറ്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡ് 2aയും 0 മിനിമം ഒന്ന് എടുത്തിരുന്നു കേട്ടോ, നീ പറഞ്ഞു എന്നുള്ള. ഇത് സപ്പോസ് ഈ സാധനങ്ങൾ മുഴുവൻ നമ്മളിനി ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകട്ടോ. റൈറ്റ്. ഒരു മിനിറ്റ് തോന്നിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഇപ്പം നടക്കുമാതിരി തോന്നുന്നുണ്ട്. റൈറ്റ്. സപ്പോസ് ദിസ് ആക്സസ് ഇസ് ഫോർ പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, d sin θ അല്ലേ, ഓർമ്മ ഉണ്ടാവും. ഇതാണ് ജനറൽ ഫോമുല. ആൻഡ് ദിസ് ഇസ് ഫോർ ലെറ്റ്സ് സേ ദിസ് ആക്സസ് ഇസ് ഫോർ ഇൻറ്റൻസിറ്റി. മാക്സിമം പോസിബിൾ ഇൻറ്റൻസിറ്റി എത്രയാണ്, 4i അല്ലേ, കുഴപ്പമില്ലല്ലോ. ലെറ്റ്സ് സേ ഞാനിനി ഓരോ എന്താണ് ബ്രൈറ്റ് ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ പൊസിഷൻസ് ഏതിൻ്റെ പൊസിഷൻസ് പാത്ത് ലെൻസ് എഴുതാൻ പോകണം കേട്ടോ. റൈറ്റ്. അപ്പോൾ ആദ്യം എന്താ ലാംഡ എടുക്കാം. റൈറ്റ്. പിന്നെ എന്താ ഒരു 2 ലാംഡ എടുക്കാം. അതേമാതിരി ഇവിടെ ഒരു ഇതാണ്ടൊക്കെ ഇവിടെ അല്ലേ വരിക, ലാംഡ എടുക്കാം. ഇവിടെ ഒരു 2 ലാംഡ എടുക്കാം. ഇതിൻ്റെ പകുതി എന്താ വരിക, 2 λ/3 λ/2. ഇവിടെ എന്താ വരിക, λ/2. അതേമാതിരി ഇവിടെ λ/2, ഇവിടെ 3 λ/2. ക്ലിയർ ആവുണ്ടോ? നമുക്ക് എന്തറിയാം, ലാംഡ 2 ലാംഡകളിലാണ് മാക്സിമം ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള. ഇവിടെ നോക്കി, ഇവിടെ ഒരു കുത്തിടാട്ടെ ഞാൻ. 4i വരുന്നത് 4i വരുന്നത് ഇവിടെ, പിന്നെ 4i വരുന്നത് ഇതിവിടെ, പിന്നെ അതേമാതിരി ഇവിടെ 4i വരും, അതേമാതിരി ഇവിടെയും 4i വരും അല്ലേ. കറസ്പോണ്ടിങ് ലാംഡ 2 ലാംഡാസിന് മാത്രമേ മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ളൂ. 3 λ/2 നിങ്ങൾക്ക് വരുന്നത് ഡാർക്ക് ഫ്രിഞ്ചസ് ആണ് അല്ലേ. 3 λ/2 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 നിങ്ങൾക്ക് വരുന്നത് വാട്ട്, ഡാർക്ക് ഫ്രിഞ്ചസ്. എന്നിട്ടൊന്ന് മീറ്റ് ചെയ്തിടൂ. നെക്സ്റ്റ് ഇവിടെ 3 λ ആയിരിക്കും അല്ലേ. അതേമാതിരി ഇവിടെ ആയിരിക്കും 3 λ. അപ്പോൾ എളുപ്പത്തിന് നോക്കിയേ, ഇങ്ങനെ ഇരിക്കും നിങ്ങളുടെ ഫിഗർ ഇഫ് യു ആർ ഡ്രോയിങ് യുവർ ഇൻറ്റൻസിറ്റി വൈസ്. അതെന്തോ അത് ഈ ഭാഗം അത് വരെ നല്ല വൃത്തിയിൽ പോയിട്ടാണ്. റൈറ്റ്. ദിസ് ഇസ് 3 λ. ക്ലിയർ. 3 λ അല്ലല്ലോ, തെറ്റിപ്പോയല്ലോ. 3 λ അല്ലല്ലോ, തെറ്റിപ്പോയി. 5 λ/2 ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതെന്തോ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എഴുതുന്നത് 5 λ/2 ഇവിടെ വന്നിട്ടുണ്ടാവും. റൈറ്റ്. ക്ലിയർ. റൈറ്റ്. പിന്നെ ഇവിടെ 3 λ പിന്നെയും പീക്ക് പോവും പറഞ്ഞു എന്നുള്ളത് ഇത്രയും അറിഞ്ഞാൽ മതി. റൈറ്റ്. ദിസ് ഇസ് ദ പിക്ടോറിയൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ ഇൻറ്റർഫറൻസ് പാറ്റേൺസ് ഇൻറ്റൻസിറ്റി. ക്ലിയർ ആവണ്ടാ. റൈറ്റ്. ഇതേമാതിരി തന്നെയായിരിക്കും നിങ്ങളുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. പക്ഷേ 4i കുറവല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഗ്രാഫ് ഒന്ന് ചെറുതാവും. 2a അല്ലേ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. ക്ലിയർ. സിമ്പിളല്ലേ. റൈറ്റ്. ഇത് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും സെയിം വിഡ്ത്തായിരിക്കണം കേട്ടോ. ഞാൻ വരച്ചപ്പോൾ സെയിം വിഡ്ത്തായിട്ട് തോന്നില്ലെങ്കിലും മനസ്സിലാക്കുക, എല്ലാത്തിനും സെയിം വിഡ്ത്തായിരിക്കും. ക്ലിയർ. മനസ്സിലായി. റൈറ്റ്. ഇത് വെച്ചിട്ട് ഫ്രഞ്ച് വിഡ്ത്ത് പറയാനായിരിക്കും ഏറ്റവും എളുപ്പം. നോക്കിയേ, ഡിസ്റ്റൻസ് ഉണ്ട് ഇതും ഇതും തമ്മിലുള്ളത് എത്രയല്ല കിട്ടിയ. ഇതേമാതിരി ഇതും ഇതല്ലേ, അതാണ് ടിപ്പ് എടുത്തതിൻ്റെ അർത്ഥം. ക്ലിയർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 alternate dark fringes gives you the width of one bright fringe. സമജ് മേ ആയാ? കിട്ടോ? അങ്ങനെ ആ ഒരു ഗ്രാഫ് കഴിഞ്ഞു. റൈറ്റ്. അപ്പോൾ ഒരു നല്ലൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്യണമായിരുന്നു ഓർമ്മ ഉണ്ടാകും. ഫസ്റ്റ് എന്തായിരുന്നു ചെയ്യണം, സോഴ്സസ് കൊഹറൻ്റ് ആയിരിക്കണം.
right? The sources should be coherent, that is their angular frequencies should be equal, right? Similarly, രണ്ടാമത്തെ കാര്യം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നോക്കിയടോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് രണ്ട് വേവ്സുകൾ ഏതാണ്ട് നിയർ സെയിം ആവണമെന്നില്ല, സെയിം ആയാലും നല്ല കാര്യം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വളരെ അടുത്തായിരിക്കണം. നോക്കിയേ, ഇപ്പോൾ A1ഉം A2ൻ്റെ വാല്യൂസ് ഞാൻ വെറുതെ പറയാണ് കേട്ടോ. A1ൻ്റെ ആംപ്ലിറ്റ്യൂഡ് 500ഉം 499 A2ൻ്റെ നോക്കിയാൽ, അപ്പോൾ ഏതാണ്ട് ഈക്വലൻ്റ് അല്ലേ ഇത് തമ്മിൽ ആണ്. അപ്പോൾ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ കേസ് നോക്കാം കേട്ടോ. ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ ഒന്ന് മുകളിലേക്ക് എഴുതാം. ബ്രൈറ്റ് ഫ്രിഞ്ച് ഇത് ഡാർക്കിൻ്റെയാണ് കേട്ടോ. അതായത് ഇത് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്, ഇത് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്. A1 + A2 അല്ലേ വരിക ഏറ്റവും നല്ല കാര്യത്തിൽ. ഇത് രണ്ടും ആഡ് ചെയ്ത് എത്ര 999 അല്ലേ, നല്ല കാര്യം. ഡിഫറൻസ് വരുമ്പോൾ എന്താ, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്താ, A1 - A2 അല്ലെങ്കിൽ A2 - A1, ഏതായാലും കുഴപ്പമൊന്നുമില്ല. A1 - A2 ആണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. ഇപ്പോൾ എന്താ വരിക, കുറച്ച് കഴിഞ്ഞാൽ എത്രയോട് വരിക 1 അല്ലേ. എൻ്റെ നോക്കി മക്കൾ, അതായത് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് വന്നപ്പോഴേ അവിടെ നല്ല വെട്ടിത്തിളങ്ങുന്ന ബ്രൈറ്റ്നസ്. ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ വെളിച്ചം തീരല്ലേ, അപ്പം നല്ല കറുത്തിരിക്കും. ക്ലിയർ ഉണ്ടോ? അപ്പോൾ ഇറ്റ് ഈസ് എ ബെറ്റർ വെൻ യു ആർ ഡൂയിങ് ദ ഇൻഡിഫറൻസ് പാറ്റേൺ നന്നായി വരാൻ ഒന്ന് രണ്ട് സോഴ്സുകൾ കൊഹറൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടാതെ ആ രണ്ട് സോഴ്സസിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ്സ് അല്ലേ അത് ഈക്വലൻ്റ്, ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കുക അല്ലെങ്കിൽ സിമിലർ വാല്യൂസ് ആയിരിക്കുക. കിട്ടിയ ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താ നമ്മൾ ചെയ്യണേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ screen and the slit should be very very large when compared to the distance of the aperture, right? ക്ലിയർ ആവണ്ട. അപ്പോൾ നിങ്ങൾ ചോദിക്കും മറ്റേതോ ലാംഡ ഗ്രേറ്റർ ദാൻ വെരി വെരി ലെസ് ദാൻ ഡി എന്തെടുക്കാൻ, അത് എന്തിനാടോ, അത് ഇൻഡിഫറൻസ് വൃത്തിയാവാനല്ല, നമ്മുടെ എളുപ്പം കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. റൈറ്റ് when that condition is taken when you say that ഒരു ആംഗിൾസ് ഒക്കെ വല്ലാണ്ട് ചെറുതായിരിക്കുമ്പോഴാണ് കേട്ടോ. ഇതെന്താ, ഇനി ഫോർത്ത് കണ്ടീഷൻ എന്താ, മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ആയിരിക്കണം യൂസ് ചെയ്യണത്. മോണോക്രോമാറ്റിക് എന്താ, മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് സോഴ്സിന് ഒരൊറ്റ കളറുള്ള ലൈറ്റ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വേവ് ലെങ്ത്ത് ലൈറ്റ് ഉണ്ടാകുമ്പോഴോ അത് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് ലൈറ്റ് കണ്ടാലും വി കനോട്ട് സേ ദേ ആർ ഹാവിങ് ദ സെയിം വേവ് ലെങ്ത്ത് അല്ലേ, മാൻമെയ്ഡ് അല്ലായിരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഒരു സോഴ്സ് ലൈറ്റ് കൂടെ യൂസ് ചെയ്യും, അതിനൊരു കോൺവെക്സ് ലെൻസ് കൂടെ പാസ് ചെയ്തിട്ട് ആ ലൈൻസിനെ രണ്ട് ഓട്ടയിൽ കൂടെ പാസ് ചെയ്യിക്കുക അല്ലേ. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ ഇത് വേറെ സോഴ്സും ഇത് വേറെ സോഴ്സുമാണ്. ദിസ് വൺ ഈസ് ഡിഫറെൻറ്റ്, S2 ഈസ് ഡിഫറെൻറ്റ്. ക്ലിയർ, മനസ്സിലായി? ഇങ്ങനെയാണ് സാധാരണ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ എ പ്രോപ്പർ ഇൻ്റർഫറൻസ് പാറ്റേൺ. ക്ലിയർ ആയാൽ ഇനി നമ്മളോട് ചോദിക്കാറില്ല, കുറച്ച് ന്യൂമറിക്കൽസും ചെയ്യുക, കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്യാം. റൈറ്റ്, ഇതൊക്കെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി ഇപ്പോൾ നമ്മൾ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പക്ഷെ അത് മീൻസ് തിയറി മാതിരി എഴുതുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, വെറുതെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് എങ്ങനെ ശരിക്കും സംഭവിക്കണമെന്ന് അറിയാൻ പോകണം. ദാറ്റ് ഈസ് ഇപ്പോൾ കൊഹറൻറ്റ് സോഴ്സ് എന്നൊക്കെ യൂസ് ചെയ്തത് നല്ല കാര്യം. ഇപ്പോൾ യൂസ് ചെയ്യണത് വൈറ്റ് ലൈറ്റ് ആണെന്ന് വിചാരിക്കാം. റൈറ്റ്, ഇഫ് യു യൂസ് വൈറ്റ് ലൈറ്റ് വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ദി ഇൻഡിഫറൻസ് നടക്കും. റൈറ്റ്, പ്യുവർ വൈറ്റ് ലൈറ്റാണ് യൂസ് ചെയ്യാൻ പോണേ. ഇൻഡിഫറൻസ് പാറ്റേണിന് എന്താണ്, ഹൗ ഡസ് ഇറ്റ് ലുക്ക്, റൈറ്റ്, ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ അത്. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മുടെ ഫിഗർ റബ്ബറിൻ്റെ സൈസ് ഇത്തിരി വലുതാ വെച്ചു ചെറുതാക്കിട്ടാ, എന്നാലും നല്ല ഭംഗിയുള്ള സ്ലിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. റൈറ്റ്, ദിസ് ഇസ് S1, ദിസ് ഇസ് S2. ക്ലിയർ ആയാ? ഇനി S1ഉം S2 എന്ത് ചെയ്യാൻ പോണ്, ഈ ഇതിലേക്ക് ചരിഞ്ഞിട്ടൊക്കെ ഉണ്ട്, സാരില്ല, നമുക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ മതി. റൈറ്റ്, ഒരു പോയിൻ്റ് ലെറ്റ്സ് സേ ദിസ് ഇസ് ദ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. റൈറ്റ്, സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചിന് നമ്മുടെ പാത്ത് ലെങ്ത് എന്താണോ 0 അല്ലേ. ക്ലിയർ, അപ്പോൾ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണോ ഇവിടെ നിന്നും ഇവരും തമ്മിലുള്ള പോകുന്ന വഴിയുടെ ഡിഫറൻസ് അല്ലേ, പാത്ത് ഡിഫറൻസ് അല്ലേ, ഇവർ രണ്ടുപേരും S2 ഇത് P ആണെന്ന് വിചാരിക്കും, Pയും S1 Pയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഞാൻ പറയുകയാണ് അവിടുത്തെ ആ പോയിന്റിൽ അല്ലേ, ഇപ്പോൾ നമ്മുടെ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവിടെ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്, ബിക്കോസ് അവിടെ പാത്ത് ഡിഫറൻസ് 0 ആണ്. അവിടെ പാത്ത് ഡിഫറൻസ് 0 ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ മക്കളെ, എനിക്കിവിടെ നല്ല പ്യുവർ വൈറ്റ് ലൈറ്റാണ് കിട്ടുക.
ക്ലിയർ ആയ? ആൾട്ടർനേറ്റ് കളേഴ്സാണ് വരിക, പക്ഷെ അതിൻ്റെ പാറ്റേൺ പറഞ്ഞു തരുന്നതാണ്. സോ ദിസ് വിൽ ബി പ്യുവർലി വൈറ്റ് ഇൻ കളർ. അത് കുഴപ്പമില്ല. വൈറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഇപ്പോൾ എൻ്റെ അർത്ഥം ബ്രൈറ്റ് ആണ്. നെക്സ്റ്റ് എന്തായിരിക്കും? ഡാർക്ക് ബാൻഡ് ആയിരിക്കും അല്ലേ? ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് അല്ലേ? അപ്പോൾ അവിടെ അത് വരുമ്പോഴത്തേക്ക് നോക്കിയേ, ഇവിടെ S2 ഇപ്പോൾ ഈ പോയിന്റിലേക്ക് മാത്രം നോക്കട്ടെ. ഈ ഡാർക്ക് ബാൻഡ് അവിടേക്കുള്ള പോയിന്റിലേക്ക് നോക്കിയേ, ഇങ്ങനെ വരിക അല്ലേ? അപ്പോൾ അവിടെ പാത്ത് ഡിഫറൻസ് വന്നു തുടങ്ങി അല്ലേ? പാത്ത് ഡിഫറൻസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യണതാ? ഓർമ്മ ഉണ്ടോ? ഡാർക്ക് ബാൻഡ് ആയാലും വൈറ്റ് ബാൻഡ് ആയാലും Δx ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത് അല്ലേ? വേവ് ലെങ്ത് മാറുന്നതനുസരിച്ച് എന്ത് പാത്ത് ഡിഫറൻസ് മാറി വരും അല്ലേ? അപ്പോൾ കാണപ്പെടുന്നത് റൈറ്റ്. അപ്പോൾ എന്താണ് ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് ഡാർക്ക് ബാൻഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ? ഡാർക്ക് ബാൻഡിൻ്റെ എന്തായിരിക്കും? d(λ/2d) അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഡാർക്ക് ബാൻഡിൻ്റെ എന്തായിരിക്കും? ലെസ് വേവ് ലെങ്ത് ഉള്ളതിനായിരിക്കും ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് ഉണ്ടാവുക, ചെറിയത് അല്ലേ? ഇവിടെ കുറച്ച് സഞ്ചരിച്ചാൽ പോരെ, പിന്നെ കൂടുതൽ വേവ് ലെങ്ത്തിന് ഇങ്ങനെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന D, അതായത് ഈ പോയിന്റ് ഞാൻ ഡാർക്ക് ബാൻഡിന് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ, അവിടെ വരാൻ പോണത് ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത്. അല്ലടോ, ഈ ലെങ്ത് അല്ലേ ചെറുത്, പിന്നെ കൂടുന്തോറും ലെങ്ത് കൂടിയല്ലേ വരിക റൈറ്റ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഈ y ഈസ് പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? y ഇത് കുറവ്, y കുറവാണെങ്കിൽ ലാംഡയും കുറവായിരിക്കണം അല്ലേ? അപ്പോൾ ഈ പൊസിഷനിൽ വരാൻ പോണ വേവ് ലെങ്ത് വിൽ ബി വെരി സ്മോൾ കേട്ടോ റൈറ്റ്. ഇത്രയൊന്നും ഡീറ്റെയിൽ ഒന്നും ടെക്സ്റ്റ് ബുക്കിലില്ല കേട്ടോ, വെറുതെ മഗപ്പേരിൽ കാര്യമില്ല എന്നുകൊണ്ടാണ് ഞാൻ എടുക്കണത് റൈറ്റ്. അപ്പോൾ ഈ ഡാർക്ക് ബാൻഡിൻ്റെ അവിടെ വരുന്ന കളറ് വിബ്ജിയോർ, ഓർമ്മ ഉണ്ടാ? വിബ്ജിയോറിന് ഇങ്ങോട്ട് പോകും തോറും വേവ് ലെങ്ത് കൂടി വരും. അപ്പോൾ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ആരാ? വയലറ്റ്. അതുകൊണ്ട് ഈ ഡാർക്ക് ബാൻഡിൻ്റെ അവിടെ വയലറ്റാണ് നിങ്ങൾ കാണുക. മനസ്സിലായ? ഇതൊക്കെ മച്ചമായിട്ട് ക്ലിയർ ആയ? സന്തോഷം റൈറ്റ്. കുഴപ്പമില്ലല്ലോ. അതായത് സ്പോട്ട് ഓഫ് വയലറ്റ് ഇസ് സീൻ. പക്ഷെ അത് ശരിക്കും വയലറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണില്ല. ഇത് കാണുമ്പോൾ ഏതാണ്ട് റെഡിഷ് വൈറ്റ് ആയിട്ട് തോന്നും കേട്ടോ, പറഞ്ഞു എന്നുള്ളൂ. ഇറ്റ് ലുക്സ് ലൈക്ക് എ റെഡിഷ് വൈറ്റ്. അത് സാധാരണ തിയററ്റിക്കലായിട്ട് അത് വയലറ്റാണ് വരേണ്ടത്. ഇറ്റ് ലുക്സ് എസ് റെഡിഷ് വൈറ്റ് കളർ. ക്ലിയർ റൈറ്റ്. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ? വിബ്ജിയോർ അല്ലേ? അപ്പോൾ പോകും തോറും പിന്നെ ലൈറ്റ് വരുന്നത് എന്തായിരിക്കും? കുറച്ചൊക്കെ വൈറ്റിഷ് കളറായിട്ട് വരിക റൈറ്റ്. നെക്സ്റ്റ് വരുന്നത് അത് അടുത്ത ഡാർക്ക് ബാൻഡ് വരുന്നത് എന്താ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വൈറ്റിൻ്റെ എല്ലാ കളേഴ്സിൻ്റെ മിക്സൊക്കെ വന്നു പോകും റൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നതായിരിക്കും? വിബ്ജിയോറിൻ്റെ റെഡ് ആയിരിക്കണം വരുന്നത്, ഡാർക്ക് സ്പോട്ട് റെഡ് വരും റൈറ്റ്. പക്ഷേ അത് റെഡ് എന്ന് നമ്മൾ തിയററ്റിക്കൽ പറയുകയാണ്, അത് ഏതാണ്ടൊക്കെ ബ്ലൂയിഷ് വൈറ്റ് ആയിട്ടാണ് വരിക, അറിഞ്ഞിരിക്കുക. ദിസ് ഇസ് ഹൗ ഇറ്റ് സപ്പോസ് ടു. ഇനി റെഡ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സോറി ട്ടാ, ഇനി ഇത് രണ്ടും എന്താ ഇൻ്റർഫറൻസ് പാറ്റേൺ വരണ്ടല്ലോ. അപ്പോൾ ഇതിന് ശേഷം ഇത്രയും ഭാഗം എന്തായിട്ടാണ് വരിക? ഇറ്റ് ലുക്സ് വൈറ്റ്. ഇനി ഇവിടെയും ഇതേമാതിരി തന്നെ കേട്ടോ, ഡാർക്ക്, ഇവിടെ സെക്കൻഡ് ഡാർക്ക്, ഇവിടെ റെഡ്, ഇവിടെ വയലറ്റ്, ഇതിന് ശേഷമുള്ള ഭാഗം മുഴുവൻ എന്താ? വൈറ്റ്, ഇതിന് ശേഷമുള്ള ഭാഗം മുഴുവൻ വൈറ്റ്. ദിസ് ഇസ് ഹൗ എ പാറ്റേൺ ലുക്സ്. ക്ലിയർ ആയോ? ഇനി ഇത് തിയറിയാണ് കേട്ടോ. ഇനി ഇത് കൊണ്ടുപോയിട്ട് നീറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കല്ലേ റൈറ്റ്. അതായത് ഇനി വയലറ്റ് മോണോക്രോമാറ്റിക് ലൈറ്റ്, ഞാൻ ഇത് ആദ്യം വയലറ്റ് മോണോക്രോമാറ്റിക് ലൈറ്റാണ് യൂസ് ചെയ്തിരുന്നത്. അതിനെ ഞാൻ റീപ്ലേസ് ചെയ്യാണ് റെഡ് മോണോക്രോമാറ്റിക് ലൈറ്റ് വെച്ചിട്ട് ഞാനൊരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് മാറ്റം വരിക റൈറ്റ്. നമുക്കറിയാം ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, റീസണിങ് നമ്മുടെ ഞാൻ കണ്ടതുകൊണ്ട് പറയണം. നമ്മുടെ പരീക്ഷയുടെ മോഡൽ കണ്ടല്ലോ, അസേർഷൻ ആൻഡ് റീസണിങ് ഒരുപാട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനത്തെ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. സെയിം ബീറ്റ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലേ, അതെന്താ? d(λ/d) അല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ, വേവ് ലെങ്ത് മാറണ കൂടിക്കഴിഞ്ഞാൽ ഇതിലാരൊക്കെ വേവ് ലെങ്ത് കൂടുതൽ? റെഡിനാട്ടോ. വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്താടോ? ഫ്രിഞ്ച് വിഡ്ത്ത് കൂടും അല്ലേ. ക്ലിയർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആദ്യം വയലറ്റ് റേറ്റ് ആണെങ്കിൽ ഫ്രിഞ്ചസ് വളരെ സൈസ് കുറവായിരിക്കും, പക്ഷെ റെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാൻഡുകളുടെ വിഡ്ത്ത് കൂടി വരും കേട്ടോ. ക്ലിയർ റൈറ്റ്. ഇനി നമ്മൾ ഇൻറ്റൻസിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ ഒരൊറ്റ സെക്ഷനിലല്ല നിങ്ങൾ ആലോചിക്കണം കേട്ടോ റൈറ്റ്. ഓർമ്മ ഉണ്ടാ? അതായത് മാക്സിമം ഇൻറ്റൻസിറ്റി 4i, ഇതൊക്കെ തലയിലിരിക്കണം. ഞാൻ ഇനി രണ്ടാമത് എടുക്കൂല കേട്ടല്ലോ. അപ്പോൾ സപ്പോസ് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഉണ്ട്, ആൻഡ് സപ്പോസ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി ഓൺ ദ സ്ക്രീൻ ഈസ് I0.
മാക്സിമം ഇൻറ്റൻസിറ്റി ഐ നോട്ടാന്ന് വിചാരിക്കുക. ആൻഡ് നിങ്ങളോട് ചോദിച്ചിട്ട് വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് എ place or are at a place where phase difference between the two waves is pi/3. ഞാൻ പറയണുള്ളൂ കേട്ടോ സെൻറ്റൻസ്, റൈറ്റ്? ഇതിൻ്റെയൊക്കെ നല്ല പ്രിൻറ്റഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തരാം. ഇത് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്സ് മാത്രമാണ് കേട്ടോ. അതായത് ആ തിയറി മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് അത്ര മനസ്സിലായി. ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്സിൽ സ്ക്രീനിൽ വരാവുന്ന മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഐ നോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലേസിൽ യു ആർ ആസ്ക്ഡ് വാട്ട് ഇസ് ദ ഇൻറ്റൻസിറ്റി അറ്റ് എ പ്ലേസ്, ഈ പ്ലേസിൻ്റെ ഇപ്പോൾ ഫേസ് ഡിഫറൻസ് pi/3 ആണെങ്കിൽ ആ പ്ലേസിലേക്ക് വരാവുന്ന രണ്ട് വേവ്സ് തമ്മിൽ ഉണ്ടാകുമ്പോൾ ഫേസ് ഡിഫറൻസ് pi/3 ആണെങ്കിൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി എന്താണ്? ബി. റൈറ്റ്? ഇതിനോട് ചോദിക്കുക പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് λ/4. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനിലും ഇപ്പോൾ ഈ സപ്പോസ് ഇത് പോയിന്റ് പി ആണെന്നിരിക്കുക, ഈ പോയിന്റ് പിയിൽ വരാൻ പോണ രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് pi/3 ആണെങ്കിൽ ഈ പിയിൽ വരാൻ പോണ ഇൻറ്റൻസിറ്റി എന്താണ്? റൈറ്റ്? ഇനി അതേമാതിരി പി എന്ന പോയിന്റിൽ ഇതേമാതിരി രണ്ട് വേവ്സ് വരാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് അത് Δx λ/4 ആണെങ്കിൽ ഈ പിയിൽ വരാൻ പോണ ഇൻറ്റൻസിറ്റി എന്താണ്? അതാണ് ചോദ്യം. ക്ലിയർ ആയ? സോ ഹൗ വുഡ് യു ഡു ഇറ്റ്? എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ദയവേത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് തനിയെ ചെയ്യാൻ നോക്കുക. അതൊരു പ്രാക്ടീസ് ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ. സോ വിൽ ഗോ വിത്ത് ഇറ്റ്. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി ആണ് ഗിവൺ. അപ്പോൾ നമുക്കറിയാം എന്താ മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ എന്താ? ഓർമ്മ 4i cos² 5/2 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് പറയണതേ മാക്സിമം ഈ 4iൻ്റെ പകരം എന്ത് എഴുതണം? ഈ 4i അല്ലേ നമ്മൾ മാക്സിമം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് ഐ നോട്ട് cos² 5/2, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ ഐ മാക്സ് ഇൻറ്റു cos² 5/2. ഈ ഐ മാക്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഐ നോട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാനും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് സ്റ്റെപ്സൊക്കെ മഗപ്പ് ചെയ്യൂട്ടാം. റൈറ്റ്? അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ റിസൾട്ടൻറ്റ് റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് എ ഇൻ്റർഫിയർഡ് വേവ് ഫോം. ക്ലിയർ? ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം എന്താ പറയണേ? വെൻ phi is equal to pi/3 അല്ലേ? അപ്പോൾ നമുക്ക് ഫൈന് pi/3 അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഏറ്റവും എളുപ്പമുള്ളതല്ലേ. IR is equal to I0 cos² pi/3 divided by 2 അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു I0 cos² pi/6 അല്ലേ? എത്രയാണ് നീ കാൽക്കുലേറ്റ് ചെയ്ത്? cos² pi/6 എന്ന് പറഞ്ഞാൽ 3/4 അല്ലേ? അപ്പോൾ IR is equal to 3/4 I0. അതായത് രണ്ട് വേവുകൾ സഞ്ചരിച്ച് പിയിലേക്ക് മീറ്റ് ചെയ്യണം. ഈ രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് pi/3 ആണെങ്കിൽ പിയിലുണ്ടാകാൻ പോണ ഇൻറ്റൻസിറ്റി ഈസ് 3/4 I0. മുക്കാലുണ്ടാവുള്ള മാക്സിമം ഇൻറ്റൻസിറ്റീൻ്റെ. ക്ലിയർ ആവുണ്ടാവും? റൈറ്റ്? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ബി പാർട്ട് എന്താ? ഇനി എന്താ തന്നിട്ടുള്ളത്? നമുക്ക് പാത്ത് ലെങ്ത് ആണല്ലേ. അപ്പോൾ പാത്ത് ഡിഫറൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്നല്ല എടുക്കുക. phi is equal to 2pi by lambda into Δx. റൈറ്റ്? അപ്പോൾ നമുക്ക് Δx എത്ര തന്നിട്ടില്ല? λ/4. അപ്പോൾ 2pi by lambda into λ/4. റൈറ്റ്? ലാംഡ കട്ട് ചെയ്ത് 2 4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് pi/2 ആസ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു വേവ്സ്. ഇനി സിമ്പിളല്ലേ? റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻ്റർഫിയർഡ് വേവ് ഈസ് ഈക്വൽ ടു IR is equal to I0 cos² 5/2. ഈ ഫൈന് പകരം pi/2 ഇട്ട് കഴിഞ്ഞാൽ cos² pi/4 എന്ന് പറയും. pi/4 1/√2 അല്ലേ? അപ്പോൾ I0 ഡിവൈഡഡ് ബൈ 2 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയ? റൈറ്റ്? സിമ്പിളല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, നിങ്ങളോട് പറഞ്ഞ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഡി എത്രയാ? 12 meter. Distance between the screen and the slit is 12 meter. Let's say the slit is at a 0.25 meter, so to get 0.25 centimeter from each other, and lambda wavelength is given as 600 nanometer. Right? Now calculate the y from the center maximum. നിങ്ങളോട് ശ്രദ്ധിക്കട്ടെ, y from center maximum, right, where intensity on screen is, right, intensity on screen is 75% of maximum intensity. Right? അതായത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ 75% ഉണ്ട് എന്ത്? മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ.
ആ പോയിൻ്റ് സെൻട്രൽ മാക്സിമം, ഇതാണ് സെൻട്രൽ മാക്സിമം എന്ന് y ഡിസ്റ്റൻസ് ദൂരെയാണ്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. കാൽക്കുലേറ്റ് ഈ y ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. സന്തോഷം അല്ല തെളുങ്ങും. ഹിയർ ആസ് വാട്ട് ഈസ് ദ പൊസിഷൻ. അപ്പം നമ്മുടെ ഫിഗറൊക്കെ ഓർമ്മ ഉണ്ടാവുമോ? അതായത് ഞാനിങ്ങനെ പടം വരച്ചാണെങ്കിൽ ഒന്നുകൂടി വൃത്തിയിൽ വരച്ചുതരാം. ഇത് സ്ക്രീന്, 2 സ്ലിറ്റ് ഇതാണെന്ന് വിചാരിക്കുക. ഞാൻ സ്ലിറ്റ് ഒന്നിൻ്റെ ഗ്യാപ്പ് ഒന്നും വരയ്ക്കാൻ നിൽക്കണില്ല കേട്ടോ. റൈറ്റ്. ഇത് രണ്ടും കൂടിയിട്ട് ഒരു പോയിൻ്റ് പിയിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. ഇതാണ് സെൻട്രൽ മാക്സിമം. ഇതിൻ്റെ പൊസിഷൻ y. ഈ പി എന്ന പോയിന്റിൽ നിങ്ങളോട് പറയണത് 75% ആണ് എന്തിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റീൻ്റെ 75% പിയിൽ വന്ന് വീഴണുള്ളൂ. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദ്യം. ക്ലിയർ ആയ? ഇനി ശ്രദ്ധിച്ചേ, IR സാധാരണ മാക്സിമം ഇൻറ്റൻസിറ്റീൻ്റെ ഇക്വേഷൻ 4i cos സ്ക്വയർഡ് 5/2 അല്ലേ. അപ്പോൾ നമ്മൾ സെൻട്രൽ മാക്സിമം എന്നാണ് y പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടോ? അവിടുത്തെ IR, അവിടുത്തെ റിസൾട്ടൻ്റ് എന്താ പറയുക ഇൻറ്റൻസിറ്റി എന്താ വരിക? ഇസ് 75% ഓഫ് മാക്സിമം. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ്. മാക്സിമം എത്രയാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്താ 4i അല്ലേ. സോ 75/100 × 4i. ഇതാണ് ഇപ്പോഴത്തെ IR. സാധാരണ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ ഇത്. ഈ IR എന്തായെന്ന് പറയണേ? 75% ഓഫ് 45 അല്ല 4i. അപ്പോൾ ഞാൻ ഈ IRന് പകരം എന്ത് എഴുതാൻ പോണ്? റൈറ്റ്. ഐ എം ഗോയിങ് ടു റീപ്ലേസ് ദിസ് IR. ഞാൻ ഇതുമായി തന്നെ എഴുതണ മാതിരി നിങ്ങൾ എഴുതരുത് എന്നിട്ടാ. നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതണം കേട്ടോ. റൈറ്റ്. I am going to rub this and dot thing. Right. And here I will write 75/100. Right. 75/100 എന്ന് പറഞ്ഞാൽ എത്ര? 3/4. 3/4 of 4i. Right. Is equal to 4i cos squared. അപ്പോൾ എനിക്ക് 4i cancel ചെയ്ത് കളയാം. Or I can write cos squared 5/2 is equal to 3/4. Or cos 5/2 is equal to √3/2 അല്ലേ. അങ്ങനെയാണെങ്കിൽ 5/2 എന്തായിരിക്കണം മക്കളെ? π/6 ആയിരിക്കണം. അല്ലെങ്കിൽ 5 എന്തായിരിക്കും? 5/3 അല്ലേ ഒരു അല്ല π/3. റൈറ്റ്. സോ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ S1 and S2 so that at P you will have 75% of maximum intensity. റൈറ്റ്. ആ രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര ആയിരിക്കണം? π/3 ആയിരിക്കണം. ക്ലിയർ ആയ? ഇത് മാത്രം പോരല്ലോ. റൈറ്റ്. അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം? പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അതായത് S1 S2ൻ്റെ പാത്ത് ഡിഫറൻസ് എത്രയാണ്? λ/2π അല്ലേ. എഴുതണല്ലേ. λ/2π ഇൻറ്റു ഫേസ് എത്രയാണ്? π/3 അല്ലേ. റൈറ്റ്. ഞാൻ ഇക്വേഷൻ ഒന്നും എഴുതാൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ എത്രയാണ്? λ/6 എന്താ ഈ S1ഉം S2ഉം തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്. ഇനി ക്ലിയർ. നമുക്ക് എന്താ വേണ്ടേ? y വേണം അല്ലേ. ഓർമ്മ ഉണ്ടോ? y കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? എവിടെ ഓർമ്മ? റൈറ്റ്. ഇതാണ് y. റൈറ്റ്. ഇത് തീറ്റ. റൈറ്റ്. ഇത് d. റൈറ്റ്. ക്ലിയർ ആവണ്ടോ? ഇതിലിങ്ങനെയല്ലേ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? റൈറ്റ്. എന്നിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് y കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്ക്. സിമ്പിളാണ്. നിങ്ങളായിട്ട് ഇതാക്കാണ്ടിരുന്നാൽ മതി. റൈറ്റ്. അപ്പോൾ നമുക്ക് ടാൻ തീറ്റ വേണം അല്ലേ. അപ്പോൾ ഈ ടാൻ തീറ്റയിലേക്ക് വഴി ഇതൊക്കെ ഞാൻ പകുതി ഇതുമാതിരി ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്ത മാതിരി തോന്നുന്നു. പോട്ടെ. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടണം അല്ലേ. തീറ്റ കിട്ടണമെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടാ, ടാൻ തീറ്റ അങ്ങനെ എടുത്തിരുന്നില്ല. നമ്മൾ സൈൻ തീറ്റ വെച്ചിട്ട് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ സൈൻ തീറ്റേനെ വെച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ കാര്യം കിടക്കുന്നത്. ഡെൽറ്റ എക്സ് കിടക്കുന്നുണ്ട് അല്ലേ. സോ യു ഹാവ് എ ജനറൽ ഫോർമുല ഫോർ ഡെൽറ്റ എക്സ് വിച്ച് ഇസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഡി സൈൻ തീറ്റ. ഇവിടെ നമ്മൾ ഡെൽറ്റ എക്സ് λ/6 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. Right. D sin theta. Or I can write sin theta is equal to λ/6d. ഇനി വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, d തന്നിട്ടുണ്ട് അല്ലേ. ഇനി കാൽക്കുലേഷൻ ഉണ്ടോ? ലാംഡേനൊക്കെ വാല്യൂ നമുക്ക് തന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സൈൻ തീറ്റ ഇസ് 4 × 10⁻⁵. റൈറ്റ്. റേഡിയൻസ് ആണ്. അത് പോട്ടെ. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമുക്ക് സൈൻ തീറ്റേൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഇതിലൊക്കെ നോക്കിയേ, നമ്മളെന്താ അപ്രോക്സിമേഷൻ ചെയ്തിരിക്കുന്നത് നോക്കിയേ. വേവ് ലെങ്ത് വളരെ വളരെ ചെറുതാണ് ഡീനെ കമ്പയർ ചെയ്യുമ്പോൾ. നാനോമീറ്ററിലല്ലേ. ഡി എന്താ സെൻറ്റിമീറ്ററിലുമാണ്. റൈറ്റ്. സോ ബെറ്റർ റിമൂവ് ദിസ് വൺ. റൈറ്റ്. ആൻഡ് ഐ ക്യാൻ റൈറ്റ് ഇൻ പ്ലേസ് ഓഫ് സൈൻ തീറ്റ ദിസ് ആസ് ടാൻ തീറ്റ.
തീറ്റ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ടാൻ തീറ്റ എല്ലാം സെയിം ആയിരിക്കും. 4 × 10⁻⁵. എന്നിട്ട് ഫിഗറിൽ ഓർമ്മ ഉണ്ടാ ടാൻ തീറ്റ എന്താണ് y ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D ഇസ് ഈക്വൽ ടു 4 × 10⁻⁵. റൈറ്റ്? അല്ലെങ്കിൽ എനിക്ക് y ഇസ് ഈക്വൽ ടു D × 4 × 10⁻⁵. റൈറ്റ്? ഈ ഡീൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണ് 12 അല്ല 12 ആണെങ്കിൽ 1.2 കേട്ടോ. വല്ലാണ്ട് വലുതാവില്ലേ 12 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം. അപ്പോൾ 1.2 മീറ്റർ × 4 × 10⁻⁵. റൈറ്റ്? അപ്പോൾ എത്രയാണ് 4.8 കിട്ടും അല്ലേ. സോ യു വിൽ ഗെറ്റ് 4.8 × 10⁻⁵ meter as the position of the point where it is the intensity is what 75% as that of the intensity of center maximum. maximum അല്ലാട്ട maxima ആയാണ് maxima. ശ്രദ്ധിക്കുക maxima minima കേട്ടോ. കുറേ പേര് മാക്സിമം ഒന്ന് എഴുതി വയ്ക്കും. ക്ലിയർ ആയാ? ഇനി അതേമാതിരി ഒരു ചോദ്യം നോക്കിയേ. ഇതെന്തുവാടേ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവണല്ലേ, ഈ ഇക്വേഷൻസിനേക്കാളും കൂടുതൽ നമ്മുടെ വേവ് ഓപ്റ്റിക്സിൽ വരുന്നത് മിക്കതും കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, ഇതേമാതിരി യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് തന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഡി നിങ്ങൾക്ക് 1 മീറ്റർ തന്നിട്ടുണ്ട്, സ്മോൾ ഡി നിങ്ങൾക്ക് 1 മില്ലിമീറ്ററാണ് തന്നിട്ടുണ്ട്, ലാംഡ നിങ്ങൾക്ക് 5000 ആംസ്ട്രോങ്. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതല്ലാണ്ട് ഞാൻ വേറെ ഹോംവർക്ക് തരാം, എന്നാലും നല്ലൊരു ക്വസ്റ്റ്യൻ കണ്ടു തരണം. Now you are asked what is the calculate the intensity, right? Calculate the intensity on screen at a distance y is equal to 1/3 mm, right, from center maximum if intensity of wave from each slit is I. അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ പാരാമീറ്റർ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇൻറ്റൻസിറ്റി, ഇപ്പോൾ നമ്മളോട് ഒരു ഡിസ്റ്റൻസിൻ്റെ അവിടുത്തെ ഇൻറ്റൻസിറ്റി പറയണം. ആ ഡിസ്റ്റൻസ്, ആ പോയിൻറ്റ് 1/3 mm ആണ് എവിടെ നിന്ന് സെൻട്രൽ മാക്സിമത്തിൽ നിന്ന്. നിങ്ങൾക്ക് വേറെ ഗിവൺ ആണ് 2 സ്ലിറ്റിൽ നിന്ന് വരാൻ പോണത് സെയിം വാല്യൂവിലുള്ളൊരു ഇൻറ്റൻസിറ്റിയാണ്. റൈറ്റ്? ഇപ്പം തന്നെ കുറച്ച് നേരത്തെ ചെയ്ത പ്രോബ്ലം ഉണ്ട്, തലതിരിച്ച് ചെയ്ത വേർഷനാണ് കേട്ടോ അത്. കേട്ടോ പറഞ്ഞു എന്നുള്ളത്. സോ ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക്. ഐ വാണ്ട് യു ഗൈസ് ടു ഡു ഇറ്റ് ആൻഡ് സബ്മിറ്റ് ഇറ്റ്. കേട്ടോ? ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതാം. നമ്പർ ഓഫ് മാക്സിമാസ് ഓർ നമ്പർ ഓഫ് മിനിമാസ്. ഓർമ്മല്ല, രണ്ടും വേറെ വേറെയാണ് കേട്ടോ. നമ്പർ ഓഫ് മാക്സിമാസും നമ്പർ ഓഫ് മിനിമാസും. മാക്സിമാസ് പറഞ്ഞാൽ എന്താണോ നമ്പർ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ്, റൈറ്റ്, ആൻഡ് നമ്പർ ഓഫ് ഡാർക്ക് ഫ്രിഞ്ചസ്. കേട്ടോ? ഇനി ഇതിലും നല്ലൊരു ഭംഗിയുള്ള പടം വരയ്ക്കണം. ഭംഗിയൊന്നും ഉണ്ടാവില്ല, മനസ്സിലാക്കിയിട്ട് തന്നി. ഞാൻ വേറെ കളർ എടുക്കാം കേട്ടോ. അയ്യോടാ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റാത്ത എൻ്റെ ഗതികേട് നോക്കി. ഞാൻ പെൻസിലോണ്ടായാലും സ്ട്രെയിറ്റ് ലൈൻ വരില്ല, അതാണ് എൻ്റെ ഗതികേട്. റൈറ്റ്? സ്ക്രീനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്തത്? ഒറ്റടിക്ക് വരച്ചു ഞാൻ. ഓക്കെ, ഇത് സെൻറ്റർ ബ്രൈറ്റ് ഫ്രിഞ്ച് ഒന്നും ഇരിക്കട്ടെ. ഇനി അതിൻ്റെ അപ്പുറം ഫസ്റ്റ് ഡാർക്ക് വരും, ഫസ്റ്റ് ഡാർക്ക്. പിന്നെ അതിൻ്റെ അപ്പുറം ഫസ്റ്റ് ബ്രൈറ്റ് വരും, സെക്കൻഡ് ഡാർക്ക്, സെക്കൻഡ് ബ്രൈറ്റ്. റൈറ്റ്? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അതേമാതിരി ഇവിടെ എന്താ ഫസ്റ്റ് ഡാർക്ക് ഇപ്പുറത്തേക്കും അല്ലേ, ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ഡാർക്ക്, സെക്കൻഡ് ബ്രൈറ്റ്. ഇങ്ങനെയല്ല പോവുക, കുഴപ്പമില്ല. റൈറ്റ്? ഇത് മനസ്സിലാക്കിയ കേട്ടോ. ഇനി ഞാൻ എഴുതി പോവുള്ളൂ. റൈറ്റ്? ലെറ്റ്സ് സേ ദിസ് ഇസ് സെൻറ്റർ ബ്രൈറ്റ്. റൈറ്റ്? സോ ഫസ്റ്റ് 1D എന്നൊക്കെ എഴുതി പോവുള്ളൂ. റൈറ്റ്? ഇനി എന്താണ് ഏതാണെന്നൊന്നും പറയരുത് കേട്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. സൈലൻ്റ് ആയതല്ല കേട്ടോ, ഞാൻ എഴുതുന്നത് വിചാരിക്കും ശബ്ദം പോയതാണ് പിള്ളേർ. റൈറ്റ്? ഇത്രയല്ലോ. ഇനി സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? 0. അതായത് ഇവിടേക്ക് വരുന്ന വേവിന് എന്തില്ല, ഫേസ് ഡിഫറൻസും ഇല്ല, പാത്ത് ഡിഫറൻസും ഇല്ല. കിട്ടിയ ഫസ്റ്റ് ഡാർക്കിൽ എങ്ങനെയെങ്കിൽ ഡെൽറ്റ എക്സ് എന്തായിരിക്കണം? λ/2. ഫസ്റ്റ് ബ്രൈറ്റിൻ ഡെൽറ്റ എക്സ് എന്തായിരിക്കണം? λ.
സെക്കൻഡ് ഡാർക്കിന് എന്തായിരിക്കും ഡെൽറ്റ എക്സ് 3 ലാംഡ ബൈ 2. അതേമാതിരി സെക്കൻഡ് ബ്രൈറ്റിന് എന്തായിരിക്കണം ഡെൽറ്റ എക്സ് 2 ലാംഡ അല്ലേ. അതേമാതിരി ഇവിടെ ഉണ്ടല്ലോ ഡെൽറ്റ എക്സ് എന്തായിരിക്കും ലാംഡ ബൈ 2, ഡെൽറ്റ എക്സ് ലാംഡ, ഡെൽറ്റ എക്സ് 3 ലാംഡ ബൈ 2, ഡെൽറ്റ എക്സ് 2 ലാംഡ. കിട്ടിയ ഇതൊക്കെ പാരാമീറ്റേഴ്സ് എഴുതണ കേട്ടോ. അതിൽ പാഠം പ്രത്യേകിച്ച് ഇതില്ല, ബേസിക് നോളജ്. ഇത് S1 സ്ലിറ്റ്. അയ്യോ സ്ലിറ്റ് ഇച്ചിരി വല്ലാണ്ട് വലുതായല്ലോ, ഉദ്ദേശിച്ചതല്ല. എടാ right, this is your S1, this is your S2, right. ശരിയായില്ല അല്ലേ. ഒന്ന് പൊസിഷൻ എന്താണ് രണ്ടാമത് വരയ്ക്കുന്നത്, സോറി കേട്ടോ. ഇതിൽ നിന്നൊരു സെൻറ്റർ ലൈൻ വരയ്ക്കുക, അപ്പോൾ നമുക്ക് ശരിയാവും. ഇത് S1ഉം ഇത് S2. ഞാൻ സ്ലിറ്റൊന്നും ഇതാക്കാൻ നോക്കല്ലേ. ഇത് S1, ഇത് S2. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ക്യാപിറ്റൽ D. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ d അല്ലേ. ഇതൊക്കെ ഞാൻ എല്ലാം കൂടി ഒരു പടത്തിൽ വരച്ചതാണ് കേട്ടോ. റൈറ്റ്, ക്ലിയർ ആവണ്ട. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടെ എന്താണ് ഈ ഡിസ്റ്റൻസ് സ്മോൾ d എന്താണ് ഈസ് ടേക്കൺ ആസ് ഹൈ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ലാംഡ ഇസ് വെരി വെരി സ്മോൾ ദാൻ d. ഈ കണ്ടീഷനായിട്ട് എടുക്കാൻ പോണം കേട്ടോ. ഇത് മനസ്സിലായ? ഇപ്പോൾ വലുതാക്കാം. ഫിഗറിൽ ഇനി ഈ ഭാഗം മാത്രം നോക്കട്ടോ. നിങ്ങൾ മാക്സിമാസ് മാത്രം നോക്കും. ലുക്ക് അറ്റ് മാക്സിമാസ് ഓൺലി. മാക്സിമാസ് എന്ന് പറഞ്ഞാൽ ബി എഴുതിയിട്ടുള്ളത്. ഇത് ബി, ഇത് ബി, ഇത് പി. പിന്നെ സെയിം തന്നെ മുകളിലേക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ മതി. അപ്പോൾ നോക്കിയേ, ആദ്യം 0 വന്നു, പിന്നെ ലാംഡയിൽ വന്നു, പിന്നെ 2 ലാംഡയിൽ. 0 പോട്ടെ, അത് സെൻറ്ററിലല്ലേ, നമുക്കതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് 1 അവിടെ ഇരിക്കട്ടെ കേട്ടോ, 0th അവിടെ ഇരിക്കട്ടെ, പിന്നെ 3 ലാംഡ. അപ്പോൾ ഓരോ മാക്സിമാസും വരുന്നത് n ലാംഡ വെച്ചിട്ടാണ് അല്ലേ. ഓർ ഐ ക്യാൻ സേ ദ പാത്ത് ഡിഫറൻസസ് n ലാംഡ ആസ് വി ഹാവ് സ്റ്റേറ്റഡ് ബിഫോർ അല്ലേ. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഡെൽറ്റ എക്സിന് ജനറൽ ഫോമിൽ എന്താണെന്ന് ഓർമ്മ ഉണ്ടാ? എന്താ? ഡി സൈൻ തീറ്റ. അപ്പോൾ ഡി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഐ ക്യാൻ റൈറ്റ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡി എന്ന് എഴുതിയല്ലോ, n ലാംഡ ബൈ ഡി അല്ലേ. ഒന്നുകൂടി ഞാൻ എഴുതാട്ടെ, എന്നാകെ വൃത്തികേടായിപ്പോയി. n ലാംഡ, ഇവിടെ n ലാംഡ ബൈ ഡി. റൈറ്റ്, ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ സൈൻ തീറ്റ. റൈറ്റ്, അപ്പോൾ നമ്മൾ നോക്കിയേ, ഇവിടെ ആദ്യത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിൽ എന്തായിരുന്നു? ലാംഡ, പിന്നത്തെ സെക്കൻഡ് 2 ലാംഡ, പിന്നെ 3 ലാംഡ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. അതായത് നമ്പർ ഓഫ് മാക്സിമാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? ഏത് നമ്പറാണ് ഈ ഫ്രിക്ഷനിൽ, അല്ലെങ്കിൽ ഫ്രിക്ഷനെ ഈ വാല്യൂസിൽ ഏതാണ് നമ്പർ ഓഫ് മാക്സിമാസ് വരുന്നത്? ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ. സോ നമ്പർ ഓഫ് മാക്സിമാസ് ഇസ് ഗിവൺ ബൈ ദ നമ്പർ what? n. ഇതെന്താ ഞാൻ ഇവിടെ 4 എഴുതിയേ പോയി. റൈറ്റ്, സോ ദ നമ്പർ ഓഫ് മാക്സിമാസ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ നമ്പർ n. ക്ലിയർ ആവണ്ട? അതായത് ഒന്ന് നോക്കിയേ, ഇപ്പം നിങ്ങളോട് പറയണത് നമ്പർ ഓഫ് മാക്സിമാസ് 10 ആണെന്നിരിക്കും. അത് n = 10ൻ്റെ അർത്ഥം എന്താ? 10 ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഉണ്ടെന്ന് അർത്ഥം അല്ലേ. അതുകൊണ്ട് എന്താ അതിൻ്റെ പാത്ത് ഡിഫറൻസ് എത്ര ആയിരിക്കും? 10th വണ്ണിൻ്റെ 10 ലാംഡ അല്ലേ. മനസ്സിലാവണ്ട നിങ്ങൾക്ക് അല്ലേ. സോ 10 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മച്ച് 10 നമ്പർ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആർ ദർ. അപ്പോൾ n എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ച്. ക്ലിയർ ആവണ്ട? റൈറ്റ്, ഇനി തിരിച്ച് നമ്മൾ ഈ ക്വസ്റ്റനിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ഏത്? നമ്മുടെ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഈ ക്വസ്റ്റനിലേക്ക്. റൈറ്റ്, ഈ ക്വസ്റ്റനിൽ നിങ്ങൾ പറഞ്ഞേ, നമ്മൾ മാക്സിമം അവൈലബിൾ അല്ലെങ്കിൽ ഏത് വാല്യൂ ആയിരിക്കും തീറ്റയ്ക്ക് എത്രത്തോളം പോകാൻ പറ്റും? നോക്കിയേ, ഈ തീറ്റ ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് എന്താണെന്ന്. ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വേറെ വരയ്ക്കാം. ഇതാണ് പി പോയിൻ്റ്. റൈറ്റ്, ഇത് 2 സ്ലിറ്റ്, ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ എന്ത് തീറ്റയുടെ അടുത്ത് അല്ലേ. ഈ തീറ്റയ്ക്ക് എത്ര വരെ പോകാൻ പറ്റും? ഒന്ന് കൂടാം, ഇങ്ങനെ പോവാം, പിന്നെയും കൂടാം, ഇങ്ങനെ പോവാം അല്ലേ. പീൻ്റെ പൊസിഷൻ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ അവസാനം മാക്സിമം ഇതിന് പോകാൻ പറ്റും ഇങ്ങനെ അല്ലേ, ഇൻഫിനിറ്റി വരെ പോണത്. അതായത് 90 വരെ പോകാം, ഇൻഫിനിറ്റിയിലേക്ക് പോകാം. സ്ട്രെയിറ്റ് പാരലായിട്ട് ഇരിക്കും അല്ലേ. അതിൽ കൂടുതൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇൻ്റർഫറൻസ് അല്ലേ പോസിബിൾ അല്ല. റൈറ്റ്, സോ തീറ്റ ക്യാൻ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി.
right? Or I can say sin theta cannot be greater than 90 sin theta എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് n lambda by d. So n lambda by d cannot be greater than 90 degree, right? Or ഇതൊക്കെ അതിൽ തന്നെ n cannot be greater than what? n lambda by 3, sorry കേട്ടോ തെറ്റിപ്പോയി ഒരു സാരി. sin theta greater than not equal to 90 degree എന്ന് പറഞ്ഞാൽ എന്താണോ sin 90 degree എന്ന് 1 അല്ലേ. അപ്പോൾ n lambda by d cannot be greater than 1 അല്ലേ. 90 ഡിഗ്രീനേക്കാൾ തീറ്റേൻ്റെ ഭാഗങ്ങൾ 90-നേക്കാൾ, അപ്പോൾ ഇവിടുത്തെ 90 ഡിഗ്രി മാറ്റേണ്ടി വരുമല്ലോ. സോറി ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയിട്ടാ. പറയുമ്പോൾ ഒക്കെ 90 ഡിഗ്രി ആയതാണ്, സോറി. കേട്ടോ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. തീറ്റ ആംഗിൾ 90 ഡിഗ്രിനേക്കാളും കൂടാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സൈൻ തീറ്റ എന്തിൽ കൂടാൻ പാടില്ല? 1-ൽ കൂടാൻ പാടില്ല. അതായത് n lambda by d 1-ൽ കൂടാൻ പാടില്ല. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, n should not be greater than d by lambda. should not be greater than d by lambda എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, n is അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയും അല്ലേ. n is ലെസ് ദാൻ ഓർ ഈക്വൽ ടു d by lambda, അതാണ് എൻ്റെ അർത്ഥം അല്ലേ. ദാറ്റ് ഇസ് നമ്പർ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു d by lambda ആണോ. അതായത് ലെസ് ദാൻ എടുക്കണതിൽ നല്ലത് നമുക്ക് എന്താ ഈക്വൽ ടു എടുക്കണത്. അപ്പോൾ നമ്പർ ഓഫ് മാക്സിമം ഇസ് ഈക്വൽ ടു d by lambda എന്ന് എഴുതും. അപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണ് കേട്ടോ. എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു സൈഡ് മാത്രമേ നോക്കിയിട്ടുള്ളൂ, സെൻട്രൽ ഫ്രിഞ്ചിൻ്റെ താഴേക്കും ഇല്ലേ അത്ര തന്നെ. സോ ഇറ്റ് വിൽ ബി ആക്ച്വലി 2d lambda, right? So number of what maximas is 2d by lambda, right? 2d lambdaനേക്കാളും കുറവെന്ന് പറയാനുള്ളൂ. ശരിക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്പർ ഓഫ് മാക്സിമാസ്, നമ്മളിവിടെ നിർത്തി. പക്ഷെ നമ്മൾ നോക്കിയേ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് വിട്ടിരിക്കുകയല്ലേ, അതും പക്ഷേ ബ്രൈറ്റ് തന്നെയല്ലേ. സോ വെൻ യു ആർ റൈറ്റിംഗ് യു ഹാവ് ടു ആഡ് +1 ഹിയർ, റൈറ്റ്? ആ +1 ഏതിൻ്റെ? സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചിന്, റൈറ്റ്? സോ നമ്പർ ഓഫ് മാക്സിമാസ് ഇസ് 2d lambda +1, റൈറ്റ്? അപ്പം നമുക്ക് ചിലപ്പോൾ കാൽക്കുലേഷൻസ് വന്നിട്ടേ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 4.9 വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് 5 എന്ന് പറഞ്ഞിട്ട്, അതായത് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടേ നമ്പർ ഓഫ് മാക്സിമാസ് പറഞ്ഞിട്ട് 4.9 എന്ന് കിട്ടിയിട്ട് കൊണ്ടുപോയി റൗണ്ട് ചെയ്ത് 5 എന്ന് എഴുതരുത് കേട്ടോ. 4.9ൻ്റെ അർത്ഥം എന്താ? 4 ഉണ്ടായി കഴിഞ്ഞു, 5ാമത്തത് ഉണ്ടാക്കാൻ നിൽക്കണുള്ളൂ, പക്ഷെ ഉണ്ടായി കഴിഞ്ഞിട്ടില്ല, റൈറ്റ്? സോ ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ച് നിങ്ങൾ എത്ര എഴുതുക? 4 എന്ന് തന്നെ എഴുതുക. ക്ലിയർ ആവുണ്ടോ? സപ്പോസ് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ 4.2 വന്നു വിചാരിക്കുക, അപ്പോഴും എൻ്റെ അർത്ഥം എന്താ? 4 പൂർണ്ണമാക്കിയിട്ടുണ്ട്, 5ാമത്തേലേക്ക് പോകണ വഴിയിലായിരുന്നു. സോ അഗെയിൻ യു വിൽ റൈറ്റ് ദ നമ്പർ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് 4. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? സോ ഓൾവേസ് ടേക്ക് ദ ഇൻഡിജർ വാല്യൂ. ക്ലിയർ? റൈറ്റ്? ഇനി നെക്സ്റ്റ് ഇതേമാതിരി നമ്മൾ എന്ത് പറയും? മിനിമേൻ്റെ കേസ് സംസാരിക്കണം വേണ്ടേ? റൈറ്റ്? മാക്സിമം പറഞ്ഞില്ലേ, ഇനി മിനിമ, റൈറ്റ്? ഓർ ഐ ക്യാൻ സേ ഡാർക്ക് ഫ്രിഞ്ചസിൻ്റെ number of dark fringes or number of mimas, right? എന്താണ്? delta x is equal to 2n minus 1 lambda by 2. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്പർ ഓഫ് സെക്ഷൻ എങ്ങനെ നമ്മളിത് മാക്സിമം കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. നേരത്തെ മാതിരി നമ്പർ ഓഫ് മാക്സിമം പോസിബിൾ വാല്യൂസ് ചെയ്താൽ 2n minus 1. നേരത്തെ n ആയിരുന്നു മാക്സിമം നമ്പർ ഓഫ് വാല്യൂസ്. ഇവിടെ എന്തുകൊണ്ടാണോ ആദ്യം lambda by 2, പിന്നെ 3 lambda by 2, പിന്നെ 5 lambda by 2 അല്ലേ? ഈ 3യും 5യും അല്ലെ ഓഡ് നമ്പേഴ്സ് അല്ലേ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ നമ്പർ 2n minus 1 ഇൻഡിക്കേറ്റ്സ് ദ മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് മിനിമാസ്. ഓക്കെ, അപ്പോൾ ഈ 2n minus 1 തലയിലാലോചിക്കുക. അപ്പോൾ നമ്മൾക്കറിയാം ഡെൽറ്റ എക്സ് എന്താണ് ശരിക്കുള്ള ജനറൽ ഫോർമുല? d സൈൻ തീറ്റ അല്ലേ? അപ്പോൾ സൈൻ തീറ്റ എനിക്ക് എന്ത് എഴുതാം? 2n minus 1 lambda by what? സെയിം ജസ്റ്റ് നേരത്തെ അതേമാതിരി n lambda എന്ന് വരാൻ ഇവിടെ 2n minus 1 ആവുന്നുള്ളൂ, 2d, റൈറ്റ്? സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ n lambda എന്നല്ല, ജസ്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ ഈ സൈൻ തീറ്റ കേസ് അല്ലേ, റൈറ്റ്? ഇവിടെ d സൈൻ തീറ്റ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവാനില്ലെങ്കിൽ ഇവിടെ d മാറ്റിക്കളെ ചേടാ, റൈറ്റ്? ഇവിടെ 2 എന്ന് എഴുത്, റൈറ്റ്? അപ്പോൾ ഇവിടെ d എന്നല്ലേ, ഇപ്പോൾ സൈൻ തീറ്റ. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് മനസ്സിലാവുമല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഈ ഡിയെ ഇവിടെ നിന്ന് മാറ്റി, റൈറ്റ്? ആൻഡ് ഐ റോട്ട് ഹിയർ d, റൈറ്റ്? സോ യു ഗോട്ട് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2n minus 1 lambda by 2d. കിട്ടിയാൽ കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ തീറ്റയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം എന്താ? ഇറ്റ് ക്യാൻ നെവർ ബി ഗ്രേറ്റർ ദാൻ 90,
അപ്പോൾ സൈൻ തീറ്റ ക്യാൻ നെവർ ബി ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണെങ്കിൽ 2n മൈനസ് 1 ലാംഡ ബൈ 2d ക്യാൻ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. Or I can write 2n minus 1 lambda cannot be greater than 2d. Or I can say 2n minus 1 cannot be greater than 2d by lambda. Or I can say 2n cannot be greater than or greater than equal to cannot be greater than 2d by lambda plus 1. Or I can say n cannot be greater than equal to or greater than 2d by lambda by 2 plus 1 by 2. Or n will be less than or equal to d by lambda 2 cut plus 1 by 2. Right? This minimum value for a number of minimas. Right? Deciding factor 2n minus 1. എപ്പോഴും n അല്ലേ നമ്മൾ നമ്പർ ഓഫ് മിനിമാസ് വഴി മാക്സിമാസിന് യൂസ് ചെയ്യുക. അതിട്ടാ 2n മൈനസ് 1 ആണ് മാക്സിമം വാല്യൂസ് നമ്മൾ പോസിബിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് പോണത് കേട്ടോ. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് n ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് മാക്സിമാസ് ഓർ മിനിമാസ്. ഓരോന്നും വാല്യൂസ് വ്യത്യായിരിക്കും കേട്ടോ. നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണത് n എന്നുള്ളൂ കേട്ടോ. അതെ, അപ്പോൾ നമ്പർ ഓഫ് ഡാർക്ക് ഫ്രിഞ്ചസിന് നമുക്ക് നോക്കാം. എങ്ങനെ എടുക്കാം? ഓക്കെ, നേരത്തെ പറഞ്ഞില്ലേ ഒരു സൈഡിൽ ഇത്രയും നമ്പർ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സൈഡും കൂടി കൂട്ടണം. ഇതല്ലേ സെൻട്രൽ ഫ്രിഞ്ച്. അപ്പോൾ ഇതിന് എത്ര ചെയ്യണം? നമ്പർ ഓഫ് ഡാർക്ക് ഫ്രിഞ്ചസ് വിൽ ബി നമ്പർ ഓഫ് മിനിമാസ്. റൈറ്റ്, നമ്പർ ഓഫ് മിനിമാസ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു d ലാംഡ പ്ലസ് 1 by 2. കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ പ്ലസ് ചെയ്യാനൊന്നുമില്ല, സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് മാത്രമേ ഉള്ളൂ. അത് ബ്രൈറ്റിലേക്ക് പോയില്ല മാക്സിമസിൽ. സോ മിനിമാസ് ഇതിൻ്റെ ഇൻറ്റിജർ വാല്യൂ എടുക്കാൻ പാടുള്ളൂ. അതായത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഒരു പ്രോബ്ലം വെച്ച് ചെയ്താൽ മനസ്സിലാവും എന്താണ്. ഇപ്പം നോക്കിയേ, നമുക്കേ വെറുതെ നമ്പർ വിട്ടാൽ അത് കഴിഞ്ഞ് നമുക്ക് പ്രോബ്ലം നോക്കാം. ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴേ എനിക്ക് 3.5 വന്നു. അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ട് 2 ഇൻറ്റു 3.5 7. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ 7 നല്ല നമ്പറല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത് കേട്ടോ. ഇങ്ങനത്തെ ഏത് മിനിമാസിൻ്റെ കേസിൽ മാത്രം ഇങ്ങനെ 3.5 വന്നിട്ടില്ലേ, ആദ്യം ഇയാളെ എന്ത് ചെയ്യണം? 3 ആക്കി എഴുതണം. നേരത്തെ കേസ് പറഞ്ഞ മാതിരി. റൈറ്റ്. സോ ഞാൻ അടുത്ത് നോക്കിയിടും, മുകളിൽ 3.5 എടുക്കുക. അതായത് 3 എണ്ണം ഡാർക്ക് ഫ്രഞ്ച് ഫോം ചെയ്തിട്ടുണ്ട്. 4ാമത്തെ പോണവൻ്റെ പാതി വഴിയിലായിരുന്നു. അപ്പോൾ 3 മുകളിൽ ഉണ്ട് 3 എണ്ണം, താഴെയും 3 എണ്ണം. അപ്പോൾ ശരിക്കും എത്ര വരിക? 3 + 3 6 വരുള്ളൂ. നിങ്ങളിത് 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 എണ്ണം വന്നില്ലേ? അപ്പോൾ ആൻസർ തെറ്റിയില്ലേ? റൈറ്റ്, ലോജിക്കലായിട്ട് ആൻസർ ചെയ്യും. സോ യു ഹാവ് ടു റെഡ്യൂസ് ദിസ് 3.5 ടു 3 ഇൻറ്റു 2 ദാറ്റ് ബിക്കംസ് 6. അല്ലേ, പിക്ടോറിയലിലും 6 ആണ്. ക്ലിയർ ആവണ്ടാ? റൈറ്റ്. സോ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതേമാതിരി വേറെ വാല്യൂ ഇട്ട് തരാം. ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് 6.2 എന്ന് വന്നിരിക്കണോ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും പുറത്ത് 2 ഒബ്വിയസ്ലി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 6.2നെ എന്തായിട്ട് എഴുതണം? 6 എന്ന് എഴുതണം. എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഹെൻസ് യു വിൽ ഗെറ്റ് സേ 12 മിനിമാസ് ആർ ദെയർ. അല്ലാണ്ട് ഇതിനെ കൊണ്ടുപോയി 12.4 നന്നാക്കി കളയരുത്. പക്ഷേ 12.4 ആയി കഴിഞ്ഞാൽ നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യട്ടോ 12ലേക്ക്. റൈറ്റ്, അത് വേറെ കാര്യം. മിക്ക സമയത്തും വലിയ വാല്യൂസ് വരുമ്പോഴാണ്. ഞാൻ പറഞ്ഞുതരാം, ഒരു 7.8 വന്നു വിചാരിക്കാം. യു ഗോട്ട് 7.8 in the bracket, right? And you have 2 outside, so you are supposed to make this as 7 into 2, so there will be 14 minimas, right? ഇതിനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് 7.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 15.6 വരും. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം എത്ര വരിക? നിങ്ങളിതിനെ കുറച്ച് എഴുതുമ്പോൾ 15 വരും. ഇത് തെറ്റാണ്. ക്ലിയർ? എപ്പോഴും ബ്രാക്കറ്റിനുള്ളിലുള്ള ആളെയാണ് നിങ്ങൾ മിനിമം വാല്യൂസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയാ? റൈറ്റ്. ഇപ്പോൾ ഇതേമാതിരി ഒരു ചോദ്യം നോക്കിയേ. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സ്മോൾ ഡീൻ്റെ വാല്യൂ 2 ലാംഡയാന്ന് തോന്നുന്നുണ്ട്. യു ആർ ആസ് വാട്ട് ഇസ് നമ്പർ ഓഫ് മാക്സിമ ആൻഡ് മിനിമ. റൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? മാക്സിമസിൻ്റെ വാല്യൂ എങ്ങനെയാണ്? 2d by lambda plus 1 അല്ലേ? അപ്പോൾ 2 into 2 lambda by lambda plus 1. lambda 4 plus 1 5 മാക്സിമാസ് ഉണ്ടായി. റൈറ്റ്. ഇത് മാക്സിമാൻ്റെ ഇക്വേഷൻ. മിനിമം എങ്ങനെയാണ്? 2 into d by lambda plus 1 by 2 അല്ലേ? അപ്പോൾ ഇതിനെ എന്താ എഴുതുക? 2 ഡീൻ്റെ സ്ഥലത്ത് 2 lambda by lambda plus 1 by 2. അപ്പോൾ ലാംഡ കട്ട് ചെയ്തു. 2 + ½ എത്രയാണ്?
ഇപ്പം നോക്കട്ടെ, ഇനി ഞാൻ എന്താ പറയണത്, 2 ഇൻറ്റു 5/2 എന്ന് വരും. അപ്പോൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തത്, 2 കട്ട് ചെയ്തിട്ട് 5 എഴുതരുത് കേട്ടോ, റൈറ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത് 5/2ൻ്റെ അടുത്ത്, അതായത് 2.5 ആണല്ലേ. സോ 2 ഇൻറ്റു 2.5. അപ്പോൾ ഈ 2.5 എന്താക്കി മാറ്റണം, 2 എന്ന് എഴുതണം. സോ 2 ഇൻറ്റു 2 വിൽ ബി 4 വാട്ട് മിനിമാസ് ആർ ദർ. ഇങ്ങനെയാണ് ചെയ്യേണ്ട മെത്തേഡ്. ആൻഡ് യു വിൽ സീ ദാറ്റ് മിനിമാസ് വിൽ ബി മുഖ്യ സമയത്ത് 1 ലെസ് ദാൻ നമ്പർ ഓഫ് മാക്സിമാസ്. ക്ലിയർ?